ഹലോ ഫ്രണ്ട്സ്, ഞാൻ അടുത്ത ടോപ്പിക്കാണ് പേഴ്സണൽ ഇൻസോൾവൻസി. പേഴ്സണൽ ഇൻസോൾവൻസിയുടെ സിമ്പിൾ മീനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ പാപ്പരാവാം. അതായത് ഒരാൾക്ക് എന്തെങ്കിലും കടം ഉണ്ടെങ്കിൽ അത് കടം അടയ്ക്കാൻ പറ്റാത്ത അവസ്ഥയിൽ നിൽക്കുക, അല്ലെങ്കിൽ കടത്തിന്മേൽ കടമായിട്ട് നിൽക്കുന്ന അവസ്ഥേനെയാണ് പേഴ്സണൽ ഇൻസോൾവൻസി എന്ന് വെച്ച് കഴിഞ്ഞാൽ. പിന്നെ ഈ പേഴ്സണൽ ഇൻസോൾവൻസി പ്രോസസ്സിൽ അത് ഇൻഡിവിജ്വൽസിനും പാർട്ണർഷിപ്പ് ഫേംസിനൊക്കെയാണ് ഇത് അപ്ലൈ ചെയ്യണത്. പരീക്ഷയ്ക്ക് ഈ പേഴ്സണൽ ഇൻസോൾവൻസി അത്ര ചോദിക്കില്ല. കൂടുതൽ ചോദിക്കുന്നത് ഈ കമ്പനിയുടെ ലിക്വിഡേഷൻ, CIRP അതൊക്കെയാണ് മെയിനായിട്ട് ചോദിക്കുന്നത്. ഇത് ജസ്റ്റ് ഞാനൊരു ഐഡിയ തരാം ഇതിനെപ്പറ്റി. ഇതാണ് ബാങ്ക്രപ്സി പ്രോസസ്സ്. ഓക്കെ, ഒരാൾ കടത്തിലായി കഴിഞ്ഞാൽ അയാൾ ആ കടത്തിൽ നിന്ന് എങ്ങനെ രക്ഷിക്കണം, ആ ഒരു പ്രോസസ്സാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരാൾ പാപ്പരായി. അപ്പോൾ പാപ്പരായി കഴിഞ്ഞാൽ ആ ആൾ തന്നെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാം DRTക്ക്, അല്ലെങ്കിൽ ആ ആളുടെ ക്രെഡിറ്റേഴ്സ് ഉണ്ടാവുമല്ലോ, അവർ ആപ്ലിക്കേഷൻ DRTക്ക് സബ്മിറ്റ് ചെയ്യാം അല്ലെങ്കിൽ ഫയൽ ചെയ്യാം. DRT എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെപ്റ്റ് റിക്കവറി ട്രിബ്യൂണൽ. അപ്പോൾ DRT ആ ആപ്ലിക്കേഷൻസ് എല്ലാം വായിച്ച് നോക്കിയിട്ട് അവസാനം ബാങ്ക്രപ്സി ഓർഡർ പാസ്സാക്കും. അത് കഴിഞ്ഞിട്ട് DRT ബാങ്ക്രപ്സി ട്രസ്റ്റീനെ അപ്പോയിൻ്റ് ചെയ്യും, BT. അപ്പോൾ അപ്പോയിൻ്റ് ചെയ്ത BT ഈ പറഞ്ഞ ആളുടെ അസറ്റിനെ കൈകാര്യം ചെയ്യും. അതുപോലെ തന്നെ ക്രെഡിറ്റേഴ്സിൻ്റെ ക്ലെയിംസിനെ വെരിഫൈ ചെയ്യും. ഇതെല്ലാം കഴിഞ്ഞിട്ട് BT എന്ത് ചെയ്യും, ഈ ആളുടെ മൊത്തത്തിലുള്ള അസറ്റ് വിറ്റ് അതിൽ നിന്ന് കിട്ടുന്ന പൈസ പ്രയോറിറ്റി ലിസ്റ്റ് പ്രകാരം ക്രെഡിറ്റേഴ്സിന് വിതരണം ചെയ്യും. ഇതെല്ലാം പൂർത്തീകരിച്ചതിന് ശേഷം ഈ പറഞ്ഞ ഡെപ്റ്റർ ചില കടങ്ങളിൽ നിന്ന് ഒഴിവാക്കപ്പെടും, അതായത് മോചിതനാവും. ഇനി അടുത്ത ഡിസ്ക്വാളിഫിക്കേഷൻ ഓൺ ദ ബാങ്ക്രപ്റ്റ്. അത് ബാങ്ക്രപ്സി പ്രൊസീഡിങ് നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ പാപ്പരായ വ്യക്തിക്ക് ട്രസ്റ്റി ആയിട്ടോ പബ്ലിക് സർവൻ്റായിട്ടോ ഒന്നും അപ്പോയിൻ്റ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ ഒരു കമ്പനിയുടെ ഡയറക്ടറായിട്ടൊന്നും വർക്ക് ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ ബാങ്ക്രപ്സി പ്രൊസീഡിങ്സ് ചെയ്യുന്ന സമയത്ത് എല്ലാ ട്രാൻസാക്ഷൻസും അയാൾ വെളിപ്പെടുത്തേണ്ടി വരും. പിന്നെ ട്രാവൽ ഓവർസീസ്, ഓക്കെ, ഇതൊക്കെയാണ് റെസ്ട്രിക്ഷൻസ്. അപ്പോൾ ഇത്രേ ഉള്ളൂ ഈ ചാപ്റ്റർ. ഓക്കെ, ബാക്കിയെല്ലാം ജസ്റ്റ് ഒന്ന് വായിച്ചു ഓടിച്ച് പോവാം. പിന്നെ വേറൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം പറയാനുള്ളത്, നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.